പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് കേട്ടറ്റ് എക്സാമിൽ കാറ്റഗറി 4 ഹിന്ദി സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിലവിൽ പഴയ സിലബസ് ക്രമം തന്നെയാണ് കേട്ടറ്റ് 4 ഹിന്ദിയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഹിന്ദിയുടെ സിലബസ് ക്രമം എടുത്താൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും. ആദ്യമായിട്ട് വരുന്നത് ഭാഷാ ശിക്ഷൺ ശാസ്ത്രമാണ്, അതായത് പെഡഗോഗി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. അതിൽ പ്രധാനമായിട്ടും ഭാഷാർജ്ജൻ്റെ പ്രക്രിയ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഭാഷയുടെ പരിപ്രേക്ഷ എന്താണ്, അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം സംസാരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് ചോദിച്ചാൽ, കേട്ടറ്റ് 3 എടുത്താൽ, ഹിന്ദിയുടെ കേട്ടറ്റ് 3യുടെ സിലബസും കേട്ടറ്റ് 4ൻ്റെ സിലബസും എടുത്താൽ വലിയ മാറ്റങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. കേട്ടറ്റ് 4ന് കേട്ടറ്റ് 3യുടെ അത്രയും വൈഡായിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിലവിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് നിങ്ങളതിൻ്റെ ഒരു സിലബസ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഈ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ തന്നെ കേട്ടറ്റ് 4 നമുക്ക് പാസ്സാകാൻ പറ്റുന്നതാണ്. കേട്ടറ്റ് 3യുടെ സിലബസ് വളരെ വിശാലമായ സിലബസാണ്. ഹിന്ദി സാഹിത്യത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഭാഗങ്ങൾ ഏകദേശം കവർ ചെയ്യുന്ന രീതി തന്നെയാണുള്ളത്. പക്ഷേ കേട്ടറ്റ് 4ൽ അത്രത്തോളം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ പലപ്പോഴും പല ക്ലാസ്സുകളും അല്ലെങ്കിൽ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും പഠിച്ചിട്ട് പോകും. കേട്ടറ്റ് 3 എഴുതുന്ന ഒരാൾ കേട്ടറ്റ് 4 എന്തായാലും എഴുതും, പക്ഷേ കേട്ടറ്റ് 4 മാത്രം എഴുതുന്ന ആൾക്കാരുണ്ടാവും, ബി.എഡ് ഇല്ലാത്തവർ, കേട്ടറ്റ് 3 എഴുതാൻ പറ്റാത്തവർ. അവർ കേട്ടറ്റ് 3യുടെ സിലബസോ ക്ലാസ്സോ മുഴുവനായി പഠിച്ചു പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കേട്ടറ്റ് 4ന് സിലബസ് ബേസ് ചെയ്ത് മാത്രം പഠിച്ചാൽ മതി. ആ സിലബസുമായി ബന്ധപ്പെട്ട് തൊട്ടരികത്ത് കിടക്കുന്ന കാര്യങ്ങളും കുറച്ച് കവർ ചെയ്താൽ തന്നെ വളരെ സുഖകരമായിട്ട് കേട്ടറ്റ് 4 എക്സാമും നമുക്ക് പാസ്സാകാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം വരുന്നത് പെഡഗോഗി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഭാഷാർജ്ജൻ की പ്രക്രിയ, ഭാഷാ का नया परिप्रेक्ष्य, ഈ കാര്യങ്ങളാണ് നമ്മൾക്ക് ആദ്യം വരുന്നത്. അത് സൈദ്ധാന്തിക ആധാർ, അത് തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പഠിച്ചു പോകുന്നത്. പിന്നെ വരുന്നത് സർവഭാഷാ വ്യാകരൺ, യൂണിവേഴ്സൽ ഗ്രാമർ, നോം ചോംസ്കിയുടെ ഒക്കെ യൂണിവേഴ്സൽ ഗ്രാമർ, അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ പഠിക്കാനുള്ളത്. പിന്നെ സാമാജിക ജ്ഞാൻ നിർമ്മിതിവാദ്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തെക്കുറിച്ച് നമ്മൾ പെഡഗോഗി പഠിക്കുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങളാണ്. ആ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഹിന്ദിയിൽ. പിന്നെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ബഹുമുഖി ബുദ്ധി സിദ്ധാന്ത് എന്നാണ് അതിന് ഹിന്ദിയിൽ പറയുക, ബഹുമുഖി ബുദ്ധി സിദ്ധാന്ത്. അതുപോലെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന് പറയുന്നത് സാമാജിക ജ്ഞാൻ നിർമ്മിതിവാദ്. യൂണിവേഴ്സൽ ഗ്രാമർ ആണെങ്കിൽ സർവഭാഷാ വ്യാകരണം. അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെ പഠിക്കണ്ടു, അല്ലാതെ ഒരു വലിയ ഡീറ്റെയിൽ സ്റ്റഡി ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഉദ്ദേശിച്ച മറ്റ് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട തിയറീസൊക്കെ ഉണ്ട്, അതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തതാണ് കേട്ടറ്റ് 4ൻ്റെ കേസിൽ. പിന്നെ വരുന്നത് പ്രോക്തിപരക ശിക്ഷണ ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ആഖ്യാൻ ഏക ശൈക്ഷിക ഉപകरण के रूप में, അതിൽ തന്നെ അർത്ഥഗ്രഹൺ, അതുപോലെ തന്നെ സമയഗീത ദക്ഷത, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് മെയിനായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ പഠിക്കാനുള്ളത് സംശോധന പ്രക്രിയ ആണ് പഠിക്കാനുള്ളത്. അതുപോലെ സുനിദ്ധാർണൻ പറഞ്ഞ ഏരിയനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അന്യഭാഷാക്ക് കക്ഷാമേ മാതൃഭാഷാക്ക് ഭൂമിക എന്ന് പറഞ്ഞ സെഷനിൽ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഈ ത്രിഭാഷാ സൂത്രം അങ്ങനെയുള്ള കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിലേക്ക് ഉൾക്കൊള്ളിക്കാനുണ്ട്. പിന്നെ വരുന്നത് വാചൻ, അതുപോലെ ലേഖ, ചിത്രീയ വാചൻ, ലേഖൻ, ജൈവിക വാചൻ, ജൈവിക ലേഖൻ തുടങ്ങിയ ഏരിയയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് അധ്യേത അറിവ്, അതല്ലേ പാഠ്യം എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. പിന്നെ സാമഗ്രി ഗതിവിധി का संबंध, അതിലുമായി ബന്ധപ്പെട്ട് തന്നെ ഭാഷാർജ്ജൻ और ഭാഷാ के बारे में അധ്യയൻ ഉണ്ട്. പിന്നെ അതായത് എങ്ങനെയാണ് ഭാഷാർജ്ജൻ നടത്തേണ്ടത്, ഭാഷയുടെ എന്താ പറയുക, നമ്മുടെ കാറ്റഗറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ
പിന്നെ ശൈക്ഷിക ഉപകരണം, അതായത് ടീച്ചിങ് ടൂൾസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പല, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ വിശ്ലേഷണ പ്രശ്നം, അങ്ങനെയുള്ള കൺസെപ്റ്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് ആങ്കൻ ഔർ മൂല്യാങ്കനാണ്. നമുക്കറിയാം ആങ്കൻ ഔർ മൂല്യാങ്കൻ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഷാ ശിക്ഷൺ കി ചുനൗതിയ, ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. പിന്നെ കക്ഷാ വാതാവരണം, ക്ലാസ് റൂം എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള പഠനം നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ ശിക്ഷണ സാമഗ്രിയിൽ തന്നെ തക്നീകിക ഉപയോഗം, പുതിയ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓൾറെഡി നമ്മൾ ശിക്ഷണ ഉപകരണങ്ങളെ കുറിച്ച് പഠിക്കും. അതിൻ്റെ കൂടെ തന്നെ തക്നീക്ക് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്. അതിൽ കഴിഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഭാഷായി കൗശൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മേഖലയാണ്. ശ്രവണ, ഭാഷൺ, വാചൻ, ലേഖൻ എന്ന് പറയുന്ന ഏരിയയെക്കുറിച്ച് കൃത്യമായി ചോദിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആശയഗ്രഹണം എന്താണെന്നും സൃജനാത്മകതയുമായി ബന്ധപ്പെട്ട 5 മാർക്കിന് കവർ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ പിന്നീട് ചോദിക്കുന്ന കാര്യം ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അതാണ് വിശേഷ് മദത് ചാഹ്നെ വാലി ഛാത്രോ. നമ്മൾ CWSN എന്ന് പറയുന്ന ഒരു കാറ്റഗറി, നമ്മൾ B.Ed പഠിച്ചവരാണെങ്കിൽ അവർ കേട്ടിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതായത് ഹിന്ദിയിൽ അതിനെ സംയോജിത അധ്യയനം എന്ന് പറയും. അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമ്മുടെ ശരിയായ മെയിൻ പേപ്പറിലേക്ക് ഹിന്ദിയുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന സമയത്തുള്ള കാര്യങ്ങൾ, ഹിന്ദി ഭാഷ ഓർ ലിപി, അതാണ് ആദ്യം പഠിക്കേണ്ടത്. ഹിന്ദി ഭാഷ ഓർ ലിപി എന്നെടുത്തൊരു വലിയ വൈഡായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതിനെ ഫുള്ളായിട്ട് എടുത്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും ഇത് പഠിച്ച് തീരില്ല. അത്രയും ഏരിയ നമുക്ക് പഠിക്കാനില്ല. ഇതിൽ വരുന്നത് ഹിന്ദിക്ക് പ്രമുഖ ബോലി, അതിൽ വ്രജ് ബോലി വരും, അതുപോലെ തന്നെ അവധി വരും, പിന്നെ ഖടി ബോലിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഏരിയ അതിൽ പറയുന്നത് കവർ ചെയ്യേണ്ടത് നമ്മൾ. പിന്നെ ദേവനാഗരി ലിപിയെക്കുറിച്ച് പഠിക്കാനുണ്ട് മുഴുവനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഹിന്ദി സാഹിത്യമൊക്കെ ഇതിഹാസമാണ്, അതായത് ഈ ഹിന്ദി സാഹിത്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലേക്ക് കുറേ പോയാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള രീതിയിലേക്ക് വരും. ഒന്ന് വീരഗാഥാ കാലാണ്, അതിൽ ചന്ദ് ഭാരതായി ആരാണോ, പൃഥ്വിരാജ് രാസോ ആരാണോ, അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ അത് മെയിൻ വരുന്നത് ഭക്തികാലമാണ്, നിർഗുണ ഭക്തി കാവ്യധാരം, അതുപോലെ തന്നെ കബീർദാസിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇതിനോടനുബന്ധിച്ച് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളും പഠിക്കും. ഇപ്പോൾ വീരഗാഥ പഠിക്കുന്ന സമയത്ത് ചന്ദ് ഭാരതായി പഠിക്കുമ്പോൾ ആ സമയത്തുണ്ടായ പ്രധാനപ്പെട്ട 3-4 കവികളെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ അതിൽ തന്നെ സംസാരിച്ചു പോകും. പിന്നെ ഭക്തികാലത്തിൻ്റെ കാറ്റഗറൈസേഷൻ ചെയ്തതിൽ തന്നെ സഗുണ കാവ്യധാരനെ കുറിച്ച് പറയുന്നുണ്ട്, നിർഗുണ കാവ്യധാരയാണ് വരുന്നത്. അതിൽ കബീർദാസ് ഓൾറെഡി പഠിച്ചു. സഗുണിൽ സൂർദാസിനെയും തുളസീദാസിനെയും കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മീരാബായിയും കവർ ചെയ്യും. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു, പക്ഷേ ഫോക്കസ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളിലേക്കാണ്. രീതികാലത്തിൽ ബിഹാരിയെക്കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് KTET 4. ഇനി ആധുനിക കാലഘട്ടത്തിൽ എടുത്താൽ അതിൽ ഫസ്റ്റ് വരുന്നത് ദ്വിവേദി യുഗമാണ്. അതിൽ അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയോധ് എന്ന് പറയുന്ന കവിൻ്റെ പ്രിയപ്രവാസം എന്ന് പറയുന്ന രചനയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, ആ കവിയെക്കുറിച്ചും പഠിക്കാനുണ്ട്. പിന്നീട് വരുന്നത് മൈഥിലി ശരൺ ഗുപ്താണ്. അദ്ദേഹത്തിൻ്റെ പഞ്ചവടി എന്ന് പറയുന്ന കവിതയെ ബേസ് ചെയ്തിട്ട് നമുക്ക് രചനയെ ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. മൈഥിലി ശരൺ ഗുപ്തിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി. അത് കഴിഞ്ഞാൽ ഛായാവാദിലേക്ക് നമ്മൾ കടക്കും. ഛായാവാദിലെ 4 സ്തംഭങ്ങളെക്കുറിച്ചും പഠിക്കാനുണ്ട്. ജയശങ്കർ പ്രസാദ്, സുമിത്രാനന്ദം പന്ത്, സൂര്യകാന്ത് ത്രിപാഠി നിരാലയെ കുറിച്ച് പഠിക്കാനുണ്ട്. മഹാദേവി വർമ്മയെക്കുറിച്ച്, അവരുടെ പ്രധാന കൃതികൾ. ഇപ്പം ജയശങ്കർ പ്രസാദ് ആണെങ്കിൽ നമുക്ക് വരുന്ന കൃതികൾ ആസുവാണ്. സുമിത്രാനന്ദം പന്തിൻ്റെ ആണെങ്കിൽ പ്രഥമ രശ്മിയാണ്. നിരാലയുടെ ആണെങ്കിൽ ജുഹി കി കലിയാണ്. മഹാദേവി വർമ്മയുടെ ആണെങ്കിൽ മേരെ ദീപക് എന്ന് പറയുന്ന രചനയെന്നാണ് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പ്രഗതിവാദ്, പ്രോഗ്രസീവ് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ നാഗാർജുൻ വളരെ പ്രധാനപ്പെട്ട കവിയാണ് നമുക്ക് പഠിക്കേണ്ടത്. കാളിദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചനയെക്കുറിച്ചും പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് പ്രയോഗവാദമാണ്. അതിൽ പ്രയോഗവാദിൻ്റെ പ്രവർത്തകനായ അഗ്ഗയെക്കുറിച്ച് തന്നെയാണ് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയായ നദീക ദ്വീപിനെ കുറിച്ചും പഠിക്കാനുണ്ട്. പിന്നെ കവിതയിലേക്ക് വന്ന സമകാലീൻ കവിതയെക്കുറിച്ച് മുഴുവനായി നമുക്കൊന്ന് പഠിക്കണം. അതിൽ മെയിനായിട്ടൊന്ന് പറഞ്ഞത് കുമാർ അംബുജിൻ്റെ ഏക് ആദ്മി ജംഗിൾ മേ എന്ന് പറഞ്ഞ രചനയെ എടുത്തു പറഞ്ഞിട്ടുണ്ട്.
പിന്നെ നാടകത്തിൻ്റെ കേസ് വന്നാൽ നാടകത്തിൻ്റെ കേസിൽ നാടകത്തിൻ്റെ ആ കാലഘട്ടത്തിലെ മഹാനായ വ്യക്തി ജയശങ്കർ പ്രസാദാണ്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്കന്ദഗുപ്ത നാടകത്തെക്കുറിച്ചും പഠിക്കാനുണ്ട്. പിന്നീട് ആധുനിക കാല നാടകത്തിലേക്ക് കടക്കുമ്പോൾ മോഹൻ രാഗേഷിനെ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല. മോഹൻ രാഗേഷിന് ആഷാഢക്ക ഏതിൽ സ്പെഷ്യലായിട്ട് അതിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഉപന്യാസ്, അതായത് നോവലാണ്. നോവലാണെങ്കിൽ അതിൽ പ്രേംചന്ദ് ആയിരിക്കും. ആര് ചോദിച്ചാലും നമുക്കറിയുന്ന ഒരു പേര് പ്രേംചന്ദാണ്. പ്രേംചന്ദ് ബന്ധമായി പഠിക്കേണ്ട ഒരു വിഷയം നിർമ്മല എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് പഠിക്കണം. പിന്നെ ആധുനിക കാലഘട്ടത്തിൻ്റെ ഇതിലേക്ക് തന്നെ വരുന്ന സമയത്ത് മന്നു ഭണ്ഡാരിയെ കുറിച്ച് പഠിക്കാനുണ്ട്. ആപ്കാ ബണ്ടി നിങ്ങൾ കേട്ടതാണ്, മന്നു ഭണ്ഡാരിയുടെ ഉപന്യാസ്, അതുകുറിച്ച് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കഥയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയൊരു സ്റ്റഡി. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് പ്രേംചന്ദിൻ്റെ ഭൂസ്കിരാട്ടിനെ കുറിച്ച് പഠിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ യശ്പാലിൻ്റെ ദുഃഖ് എന്ന് പറയുന്ന രചനയെക്കുറിച്ചും ഉഷാ പ്രിയമതയുടെ വാപ്പസി അല്ലേ അതിനെക്കുറിച്ച് ഗജാധർ ബാബുവിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ രേഖാചിത്രം എന്ന് പറയുന്ന സ്കെച്ച് എന്ന് പറയുന്ന സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ പ്രധാനമായും സ്കെച്ച് എന്താണെന്ന് അറിയണം, അതിനെക്കുറിച്ചുള്ള കുറച്ച് സ്റ്റഡീസ് ഉണ്ടാവും. പിന്നെ മഹാദേവി വർമ്മേൻ്റെ ഗില്ലു എന്ന് പറയുന്ന സ്കെച്ചിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ആത്മകഥ എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്താൽ ഹരിവംശ് റായ് ബച്ചൻ്റെ ആത്മകഥയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, ഹരിവംശ് റായ് ബച്ചനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇന്നത്തെ അതായത് സിനിമാ നടൻ, ബോളിവുഡിലെ സിനിമാ നടനായ അമിതാഭ് ബച്ചൻ്റെ അച്ഛനാണ് ഹരിവംശ് റായ് ബച്ചൻ. ഇത്രയും സാഹിത്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രയോജനമൂലക ഹിന്ദിയാണ്. അതിൽ രാഷ്ട്രഭാഷ അതുപോലെ തന്നെ രാജഭാഷ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഹിന്ദി എങ്ങനെയാണ് രാഷ്ട്രഭാഷയാവുന്നതും രാജഭാഷയാവുന്നതും എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ പാരിഭാഷിക ശബ്ദാവലി ഉണ്ട് അല്ല, കറസ്പോണ്ടൻസികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുണ്ട്, പാരിഭാഷിക ശബ്ദാവലികൾ, ഒഫീഷ്യൽ യൂസിന് ഉപയോഗിക്കുന്ന ഹിന്ദി വേർഡുകൾ, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതൊരു ലിസ്റ്റാണ്, ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് എന്തും ചോദിക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വ്യാകരണം, ഗ്രാമർ സെക്ഷനാണ്. നിർബന്ധമായും വളരെ കൃത്യമായും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ അതിലുണ്ട്. അതിൽ നിന്ന് നിർബന്ധമായും നിഷ്കർഷിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടാവുകയും ചെയ്യും. ഒന്ന് വർണ്ണവിചാരമാണ്, എന്താണ് വർണ്ണം, എന്താണ് ഉദ്ദേശിക്കുന്നതിനുള്ള കാര്യം. അത് കഴിഞ്ഞ് വരുന്നത് സംജ്ഞ, അതായത് സംജ്ഞ, നൗൺ എന്താണ് അല്ല അതിൻ്റെ കാറ്റഗറൈസേഷൻ എങ്ങനെയാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് സർവനാമം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സർവനാമം എത്രയുണ്ട്, എത്ര തരത്തിൽ, ഏത് രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുള്ള കാര്യങ്ങളുണ്ട്. വിശേഷണം നിങ്ങൾ കേട്ടിട്ടുണ്ട്, അഡ്ജക്റ്റീവ്, ആ വിശേഷണത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. എത്ര തരത്തിലുണ്ട്, എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്, വിശേഷണൻ്റെ വേറെ ടൈപ്പ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ ക്രിയ, വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ക്രിയ. ക്രിയ പഠിക്കുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, എത്ര തരത്തിലുള്ള ക്രിയയുണ്ട്, ക്രിയ ഏതൊക്കെ തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്, ആ തരംതിരിക്കലിനോടനുബന്ധിച്ചാണ് നമ്മൾ ടെൻസും കൂടി അതിൻ്റെ പുറം പഠിക്കും. പിന്നെ വരുന്നത് കാരകാണ്. അത് കഴിഞ്ഞ് ഉപസർഗം പ്രത്യയം. പിന്നെ വാച്ച്, നമ്മുടെ കർത്തവാച്ച്, കർമ്മവാച്ച്, ഭാവവാച്ച് നിങ്ങൾ കേട്ടതാണ് അല്ലേ, കർത്തരി കർമ്മണി പ്രയോഗമൊക്കെ നമുക്ക് മലയാളത്തിലും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൽ പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് മുഹാവരെ ലോകോക്തി എന്ന് പറഞ്ഞ സെക്ഷനാണ്. കുറച്ച് മുഹാവരെ അതുപോലെ തന്നെ ലോകോക്തികൾ നിങ്ങൾക്ക് തരും. അപ്പോൾ അതിൽ നിന്ന് പലതരത്തിലുള്ള മുഹാവരെ ലോകോക്തി ചോദിക്കാം. പിന്നെ റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നിർബന്ധമായി നോക്കേണ്ട കാര്യം തന്നെയാണ്. ചോദിക്കൂല എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും ചോദിക്കൂല എന്ന രീതിയിൽ അതിനെ തള്ളിക്കളയാൻ പറ്റൂല, ചോദിക്കാം. അതുകൊണ്ട് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ഹിന്ദി ടെക്സ്റ്റ് ബുക്കും ഹാൻഡ് ബുക്കും ഒന്ന് നോക്കേണ്ടതാണ്. 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലെ പാഠങ്ങളെക്കുറിച്ചുള്ളൊരു പൊതുധാരണ ഉണ്ടാകണം. അതിനേക്കാൾ നല്ല ധാരണ ഈ പറഞ്ഞ സിലബസിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുണ്ടായാൽ വളരെ സുഖകരമായിട്ട് കേട്ടറ്റ് എക്സാമിൻ്റെ കാറ്റഗറി 4 ഹിന്ദിയുടെ നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടി പറ്റും. തീർച്ചയായും ഈ സിലബസിനെ കുറിച്ചൊന്ന് നോക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് നെറ്റിൽ കയറിയിട്ട് കേട്ടറ്റ് സിലബസ് അടിച്ച പരീക്ഷാഭവൻ്റെ സൈറ്റിൽ കയറിയാൽ തന്നെ ഈ വർഷത്തെ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കാറ്റഗറി 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നെ സൈറ്റിൽ അതിൻ്റെ സിലബസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം സിലബസിനെ കുറിച്ച്. അതായത് പരീക്ഷാഭവൻ്റെ സൈറ്റിൽ നമ്മളിങ്ങനെ കയറിയാൽ അല്ലേ, പരീക്ഷാഭവൻ്റെ സൈറ്റ് അറിയില്ല, ഇതിപ്പോൾ കേട്ടറ്റ് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്, ഞാൻ ജസ്റ്റ് കേട്ടറ്റ് സിലബസ് 2025 അടിച്ചിട്ടേ ഉള്ളൂ, അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ കേട്ടറ്റ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ പരീക്ഷാഭവൻ്റെ സൈറ്റിലേക്കാണ് നിങ്ങൾ ഡയറക്റ്റ് കയറുന്നത്.
ഈ പരീക്ഷാവിൻ്റെ സൈറ്റിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വരുവാന്ന് നിങ്ങൾക്ക് ഇവിടെ എടുത്ത് നോക്കാം. നമുക്ക് അടുത്ത ദിവസം ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കൃത്യമായിട്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം, രജിസ്ട്രേഷൻ ഇവിടുന്ന് ചെയ്യാം. ഈ DO വെരിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നിങ്ങൾക്കുള്ളതല്ല, പുതിയത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡൗൺലോഡ് നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എന്തുണ്ട്, സിലബസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. കാറ്റഗറി ഇവിടെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ എയറോ കൈ വരുന്ന സമയത്ത് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാറ്റഗറി 1ൻ്റെ കാണാം, 2ൻ്റെ ഉണ്ട്, കാറ്റഗറി 3, അതുപോലെ തന്നെ കാറ്റഗറി 4. അതിനൊക്കെ താഴോട്ട് വന്ന കേറ്റത്തിൻ്റെ റിസൾട്ടുകളാണ്. അത് നമുക്ക് നമ്മുടെ റിസൾട്ട് വരുമ്പോൾ നോക്കാനുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് അറിയുന്നത് നല്ലതാണ്. മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. മോഡൽ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡൗൺലോഡായി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസും ഏത് വിഷയത്തിൻ്റെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് താഴോട്ട് വന്നാൽ ഇവിടുന്ന് താഴോട്ട് വന്നാൽ ഹിന്ദിയുടെ അതുപോലെ തന്നെ സംസ്കൃതത്തിൻ്റെ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും പഠിക്കാൻ തുടങ്ങി തന്നെ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇനിയും സമയമുണ്ട്. കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങോടുകൂടി പഠിച്ച് മുന്നോട്ട് പോയാൽ ഷുവറായിട്ടും കേട്ടറ്റ് എക്സാം പാസ്സാവുന്നതാണ്. താങ്ക് യു.